അച്ഛൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണോ? അച്ഛൻ വൈദ്യുതി ഓഫീസിലെ ഗുമസ്തനാണ്. അച്ഛൻ തന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? പിന്നെ എന്താ പഠിക്കാത്തത്? ഒരുപാട് പരീക്ഷയിൽ തോറ്റില്ലേ ഇപ്രാവശ്യം? കഷ്ടപ്പാടൊന്നുമില്ല, ഇവിടെ എനിക്ക് ഫ്രീ സീറ്റാണ്. നീ വലിയ പൈസക്കാരിയല്ലേ? വലിയ പൈസക്കാരിയൊന്നുമല്ല, ഉള്ള പൈസ കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് കഴിയുന്നു. കുറച്ചു നേരം അവർ ഒന്നും മിണ്ടിയില്ല. മൗനം ഭേദിച്ച് ഡ്രൂ ചോദിച്ചു, നീ എന്തിനാ ഞാൻ അന്ന് നിന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ വിറച്ചത്? ഞാൻ എല്ലാ ദിവസവും ആദ്യത്തെ പീരീഡ് വിറക്കാറുണ്ട്. തണുപ്പ് കൊണ്ടാണത്. കള്ളം പറയണ്ട, ഡ്രൂ പറഞ്ഞു. ഡ്രൂ കോളേജ് എത്തിയപ്പോൾ കാർ നിർത്തി. അതിനുശേഷം അവർ രണ്ടുപേരും കോളേജിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കോളേജ് വിട്ട് വൈകുന്നേരം ഡ്രൂ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. വൈശാഖ് അങ്ങോട്ട് ചെന്നു. ഡ്രൂ വൈശാഖിനോട് ചിരിച്ചു. വൈശാഖ് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അത്? വൈശാഖ് എന്താ പറയാൻ പോകുന്നത് എന്ന് ഡ്രൂ ഊഹിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഡ്രൂ ചിരിച്ചു. എന്നെ ഇഷ്ടമാണോ? വൈശാഖ് ചോദിച്ചു. നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, വെറുതെ തോന്നുന്നതാ. നീ എൻ്റെ അടുത്ത് കുറേ വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ സ്നേഹമൊക്കെ പോകും. ഇല്ല, ഒരിക്കലും ഇല്ല. ശരി, നമുക്കൊന്ന് പ്രേമിച്ച് നോക്കാം, ഡ്രൂ പറഞ്ഞു. ഡ്രൂ വൈശാഖിൻ്റെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് ഡിസ്കോ പബ്ബിൽ പോയി, സിനിമയ്ക്ക് പോയി, പാർക്കിൽ പോയി. ഒരു ദിവസം ഡ്രൂ ചോദിച്ചു, നിൻ്റെ പ്രേമമൊക്കെ പോയോ? ഇല്ല, പോയില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നു. ഡ്രൂ വൈശാഖിനെയും കൊണ്ട് ഒരു ദിവസം തൻ്റെ വീട്ടിൽ പോയി. ഡ്രൂ വൈശാഖിൻ്റെ അടുത്ത് ഇനി അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. വൈശാഖ് സമ്മതിച്ചു. സന്ദീപിനും സൂര്യയ്ക്കും വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൂ, ഇത് നിൻ്റെ ബോയ് ഫ്രണ്ടാണോ? സന്ദീപ് ചോദിച്ചു. ഇന്നലെ അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതെന്താ? എന്നെ ആര് സ്നേഹിക്കും? നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അവന് എന്ത് പോരായ്മയാണുള്ളത്? അവനൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. 1 മാസം പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്.